ഇവിടെ ഒരു തുളയുണ്ട്, ഈ വട്ടവട്ട സിഗരറ്റ് പാട്, പൊള്ളലുപാട്. ആ രണ്ടാനമ്മയും അച്ഛനും അതിക്രൂരമായി മർദ്ദിച്ചിട്ട് നമ്മുടെ കയ്യിൽ തരുന്നത് നിശ്ചലമായ ഒരാളാണ്. ശരിക്കും ആട്ടുമൂത്രത്തിന്റെ മണായിരുന്നു എന്റെ പൊന്നാപ്പിക്ക്. 150 മുറിവുകളാണെന്ന് കണ്ടത്. അല്ല, നമ്മൾ ശരിക്കും ഇരുന്ന് നോക്കുമ്പോ അതിലും കൂടുതലാ. ഈ മീഞ്ചം ചെതുമ്പള് പോലെ ചാരം തേച്ച പോലെ ഇവിടെ എല്ലാം ഇരിക്കുവാ. എന്നിട്ട് നാക്കില്ലായിരുന്നോ, അകത്തായിരുന്നോ? ഞാൻ ഇങ്ങനെ തടകി ഇപ്പോഴാണ് നാക്ക് ശരിക്കും നീണ്ടു വന്നേക്കുന്നത്. നോക്കുന്നവർക്ക് ഒരു കുറവില്ലാത്തൊരു കൊച്ചായിട്ടേ കാണുകയുള്ളൂ. പക്ഷെ അവന്റെ ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും കേടുണ്ട്. ഷെബീഖ് നിയമം വന്നു കഴിഞ്ഞ് കുന്നോളമാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 2-3 ദിവസത്തേക്ക് ഇത് അനങ്ങി. ഈ ഇടത് സൈഡിലെ ഈ വിരല് ഇപ്പൊ ആ കൈക്കുള്ള ശക്തി 4 ആണുങ്ങളുടെ ശക്തിയാ. കറക്റ്റ് ആക്കണമെങ്കിൽ അവന്റെ അമ്മേനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലേ ബാബാജി? കുറച്ചും കൂടെ അറിവ് വന്നപ്പോൾ ചെറുക്കൻ അതും ഇരിക്കില്ല. അന്നേരം വീൽ ചെയറിൽ കൊണ്ട് ബാത്റൂമിൽ തിരിച്ചിരുത്തിയിട്ടാണ് ഞാൻ കക്കൂസിൽ പോയിട്ടുള്ളതും എന്റെ ആവശ്യങ്ങൾ നടത്തിയിട്ടുള്ളതും. ഞാനാണ് അവന്റെ അമ്മ എല്ലാ തരത്തിലും. ബാക്കിയുള്ള അമ്മമാർക്ക് അപമാനം. അവരെ അമ്മ എന്ന് പറഞ്ഞ 70-ാം പക്കം പ്രസവിച്ച കൊച്ചിനെ ഇട്ടിട്ട് കടയ്ക്ക് പോവാന്ന് പറഞ്ഞ് പോയിട്ട് അവര് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ പോയെന്നാ പറഞ്ഞു. കേരളത്തിന്റെ മൊത്തം മോനായ വാവച്ചിയും രായണി ചേച്ചിയാണ് എന്നോടൊപ്പം ഉള്ളത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. 12 വർഷമായി എന്നുള്ളത് ശരിക്കും നമ്മൾക്ക് ഇത് ഇന്നലെ കഴിഞ്ഞതുപോലെയാണ്. അന്നത്തെ അവസ്ഥയിൽ നിന്ന് മോൻ എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് ചേച്ചി? എന്റെ അനുഭവത്തിൽ പറയുമ്പോൾ നോക്കുന്നവർക്ക് ഒരു കുറവില്ലാത്തൊരു കൊച്ചായിട്ടേ കാണുകയുള്ളൂ. ഒറ്റൊരു കുറവില്ല, നടക്കുന്നില്ല, അത്രയില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പറയുമ്പോൾ അവൻ അപ്പോഴും ആക്റ്റീവ് അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു കുറവില്ലാത്ത കൊച്ച് അങ്ങനെ തോന്നുള്ളൂ. പക്ഷെ അവന്റെ ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും കേടുണ്ട്, എല്ലാ അവയവങ്ങൾക്കും. കണ്ണിനൊക്കെ ഫസ്റ്റ് കാഴ്ചയില്ല, കോമായിൽ കിടക്കുന്ന കൊച്ചാ നമുക്ക് കിട്ടുമ്പോൾ. ആ ഫസ്റ്റ് ടി വിയിലൊക്കെ കാണുമ്പോൾ ട്യൂബൊക്കെ വെച്ച് പച്ച ബെഡ്ഷീറ്റൊക്കെ പുതച്ചുള്ള അതില്ല, അത് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് കൈ അനങ്ങി, പിന്നെ കാല് പയ്യെന്ന് വൃത്തി, പിന്നെ കണ്ണ് തുറക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത്ര അടുത്തിരിക്കുന്ന ഇതേ ഉള്ളൂ കാഴ്ച. പിന്നെ അവന് എല്ലാ മെഡിസിനും ഉണ്ടല്ലോ, എല്ലാ ട്രീറ്റ്മെന്റും വലിയൊരു വെച്ച് ഫസ്റ്റ് 1 വർഷക്കാലം നമ്മൾ ഗവൺമെന്റിന്റെ ആയിട്ടാണ്, ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ ഗവൺമെന്റിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം ഗവൺമെന്റിന്റെ സപ്പോർട്ട്. അതെല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഓഫീസേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്, ആ മന്ത്രിസഭയുടെ സപ്പോർട്ട് ഉണ്ട്, നമ്മുടെ കേരളം മൊത്തം ഉണ്ട്, മാധ്യമങ്ങളുണ്ട്, കേരളത്തിലെ എല്ലാവരും എല്ലാ ജനങ്ങളും ഉണ്ട്, എൻ്റെ ഒപ്പവും കൊച്ചിന്റെ ഒപ്പം. അത് അപ്പം ഞാൻ വലിയൊരു മുതലാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതിന്റെ ഇടയ്ക്ക് അതിന്റെ മുമ്പേ നമ്മള് സമ്മറികളൊക്കെ നമുക്ക് ഫയലാക്കി തരുമല്ലോ, അതില് ഉണ്ട്. അവര് ഫസ്റ്റ് കൊണ്ടുപോയി വെക്കുന്നത് പെരിയാർ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അതിൽ ഇരുന്നാണ് സെന്റ് ജോൺസിലേക്ക് പോകുന്നത്. സെന്റ് ജോൺസിൽ പോകുമ്പോഴൊക്കെ നമ്മൾ വാർത്തയില്ല, ഞാൻ എല്ലാവരെയും പോലെ നമ്മളും പൊതുജനങ്ങളായിട്ട് കണ്ടതും അംഗൻവാടി ഹെൽപ്പർ എന്ന നിലയ്ക്ക് സാമൂഹിക നീതി വകുപ്പിന്റെ സ്റ്റാഫ് എന്ന നിലയ്ക്ക് നമുക്കൊരു അന്നേരം തന്നെ എല്ലാ പഞ്ചായത്തിനും ക്ലാസ് വിളിച്ചു പറയും, നമ്മൾ കുറച്ചും കൂടെ സമൂഹമായിട്ട് ബന്ധമായിരിക്കണം, നിങ്ങളുടെ ഏരിയയിലുള്ള മക്കള്, സ്ത്രീകള്, കുടുംബങ്ങള്, പ്രായം ചെന്നവരായിട്ട് നിങ്ങൾ ഹൗസ് വിസിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനൊക്കെ ജോലി ചെയ്തിരുന്ന സമയം നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്ത് തന്നെയാ പോയിട്ടുള്ളത്. എപ്പോഴും പൊതുജനങ്ങളായിട്ട് ബന്ധം, അങ്ങനെ അതിന്റെ ട്രെയിനിങ് ഉണ്ട്, നല്ല ബന്ധത്തിലാ പോകുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ഏരിയ നമ്മൾ കവർ ചെയ്യും. അപ്പൊ പിന്നെ അഡോൾസൻ മീറ്റിംഗ് വരും, അമ്മമാരുടെ മീറ്റിംഗ് വരും, പ്രായം ചെന്നവരുടെ മീറ്റിംഗ് വരും, അങ്ങനെ എല്ലാം വരും. അതിൽ തന്നെ നമ്മൾ പറയുമല്ലേ, അതൊരു വർക്കർ ഹെൽപ്പറുമാണ് മീറ്റിംഗ് നടത്തുന്നത്. അതിൽ ആരാണ് കുറച്ച് സ്മാർട്ട്, വർക്കർ ഹെൽപ്പർ എന്നില്ലാതെ നമ്മൾ ആരാണ് ഇച്ചിരി സ്മാർട്ട്, അവര് പറഞ്ഞു കൊടുക്കും നമ്മൾ ഇങ്ങനെ ഇരിക്കണം, മക്കളെ ഇങ്ങനെ നോക്കണം, പെൺമക്കളെ ഇങ്ങനെ നോക്കണം, 2 മക്കളെ നമ്മൾ ഇങ്ങനെ നോക്കണം, പ്രായം അവയർനെസ് കൊടുത്തു. അത് നമുക്കിപ്പോ ഭർത്താക്കന്മാരിൽ നിന്ന് വിഷമിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് പറയും, അവർക്ക് ജീവിക്കാനുള്ള കാര്യം തൻ്റെ ഇടം വേണം, ഒരു ജോലി വേണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അംഗൻവാടിക്ക് വരാം, നിയമമുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമുക്ക് അതിൻ്റെതായ അറിവ് കിട്ടുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പൊതുവെ അങ്ങനെ അംഗൻവാടിക്കൊക്കെ പോയി അത് കൊണ്ട് നമുക്ക് ജില്ലാ ഓഫീസറുണ്ട്, നമുക്ക് ICDC ഓഫീസറുണ്ട്, അവർക്ക് എപ്പോഴും നമ്മളായിട്ട് ബന്ധമുണ്ടല്ലോ. അപ്പൊ അവർക്കറിയാം നമ്മുടെ സ്വഭാവങ്ങള്, നമുക്ക് എന്താ കഴിവുള്ളതെന്ന് നമ്മളെക്കാട്ടിൽ അറിയുന്നവരാ. അപ്പൊ അങ്ങനെ നോട്ട് എപ്പോഴും ശോഭന സാർ എന്ന് പറഞ്ഞ ICDS ഓഫീസർ ആണ് വർഷങ്ങളായിട്ട് ആദ്യം സൂപ്പർവൈസർ ആയിട്ടിരുന്നു, പിന്നെയാണ് ഓഫീസർ ആകുന്നത്. അപ്പൊ മാഡത്തിന് അറിയാലോ, അപ്പൊ മാഡം സെലക്ട് ചെയ്ത മാഡത്തിന്റെ കൊച്ചും എൻ്റെ അംഗൻവാടിയിൽ ചെയ്യുമായിരുന്നു. അപ്പൊ അവർക്കറിയാം, അതായത് ശത്രുക്കൾ എപ്പോഴും നെഗറ്റീവേ പറയുള്ളായിരുന്നു. നമുക്ക് എല്ലായിടത്തും എല്ലാത്തിലും ഉണ്ടല്ലോ അതുപോലെ തന്നെ. പക്ഷെ
എപ്പോഴും ഞാൻ ചെയ്ത അംഗൻവാടിയിലല്ല, രാഗിണി ടീച്ചറിന്റെ അംഗൻവാടി എന്നാ പറയുന്നത്. ആരും മറന്നിട്ടില്ല ഒരിക്കലും. അങ്ങനെ ഒരു ഞാൻ ഒരു സ്റ്റാഫായിട്ട് നിന്നിട്ടില്ല, ഞാൻ പിള്ളേരുടെ അമ്മയായിട്ട് നിന്നിട്ടുള്ളൂ. പിള്ളേരെയൊക്കെ വെള്ളത്തിന് പോയാലും ഇവിടെ പോലും എളി കരയുന്ന പിള്ളേരാണെങ്കിൽ എളി വെച്ചോണ്ടാ പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബന്ധം എപ്പോഴും ആ പിള്ളേരോടും ആ കുടുംബത്തിനോടും ഇപ്പോഴും ഉണ്ട്. വക്കീലും വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഇപ്പോഴും അമ്മയെ കല്യാണത്തിന് വന്ന് വിളിക്കുന്ന പിള്ളേരുണ്ട്. കഴിഞ്ഞ മാസത്തിലും ഉണ്ടായിരുന്ന ഒരു കല്യാണം. അമ്മ വാ, അമ്മ ഞങ്ങളെ വളർത്തിയതല്ലേ. ഞാനൊക്കെ പ്രായം നമുക്ക് 3 വയസ്സ് മുതലാണ് അംഗൻവാടി പ്രായം. പക്ഷെ ഞാനൊക്കെ 9 മാസം മുതൽ നോക്കുമായിരുന്നു. ജോലിക്ക് പോകുന്നവര് ഒരു കൊച്ച് അംഗൻവാടി കൊച്ചായിരിക്കും, ഒരു കൊച്ച് ഈ പ്രായമുള്ളതായിരിക്കും. ഇതുങ്ങൾക്ക് അമ്മമാർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ കുടുംബത്തില് ഭർത്താവ് എന്തേലും കുറവുകളുണ്ടെങ്കിൽ അപ്പം ഒരു ജോലി വേണമല്ലോ അമ്മയ്ക്ക്. അപ്പൊ നമ്മൾ ഈ കൊച്ചിന്റെ കൂടെ തന്നെ അതിനെ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എളി വെച്ചോണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. വേറെ കൊച്ചുങ്ങളുടെ കാര്യം പറഞ്ഞതാണ് ഇഷ്ടപ്പെടാത്ത. ഇല്ല, അവനറിയാം കളിക്കുന്ന. അപ്പൊ അങ്ങനെ വന്നപ്പം നമ്മള് സെലക്ട് ചെയ്ത് വിട്ടു. 1 മാസം ഡ്യൂട്ടിക്കാണ് പോകുന്നത്. അപ്പൊ 1 മാസം ഡ്യൂട്ടിക്ക് അങ്ങ് പോയടനെ നമ്മള് ഈ വെല്ലൂർ എന്ന് പറയുന്നത് ഇവിടെ കേരളാന്ന് ഓർത്തത്. അപ്പൊ ഉടനെ പോയി. അപ്പം എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ വീട് വിട്ട് മാറി നിന്നിട്ടില്ല. ICD സാമൂഹ്യനീതി വകുപ്പിന്റെ ട്രെയിനിങ് ഉണ്ടല്ലോ നമുക്ക്, വർഷത്തിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം. അതിന് മാത്രമേ ഞാനൊക്കെ മാറി നിന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു കുട്ടിക്കളി പോലെ ഒരു രസം നമുക്ക് പുറലോകം കാണാം എന്ന് ആ ഒരു ചിന്ത ഉണ്ടെങ്കിലും എപ്പോഴും ഈ ജോലി ഇല്ലെങ്കിലും നമ്മൾ 10 പിള്ളേരെ നോക്കുന്ന കുറച്ചും കൂടെ അങ്ങനെയുള്ളതിലാണ് ആളുകൾക്കും ഒരു ചിന്ത. പിന്നെ ഇപ്പോഴായാലും ഒരു കാശൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നേ നമുക്ക് ഓർഫനേജ് ഒക്കെ തുടങ്ങാന്ന ഉള്ള ചിന്തയൊക്കെ, നമുക്ക് 10 പേർക്ക് ഒരു സഹായം, അങ്ങനെ ആ ഒരു ചിന്ത കുഞ്ഞിലെ മുതൽ ഉണ്ടും താനും. കിട്ടിയ ജോലി അങ്ങനെ ആണ്. അപ്പം നമ്മള് സമൂഹത്തിൽ ഇറങ്ങി തിരിക്കുമ്പം പിള്ളേർക്കും വിഷമം, സ്ത്രീകൾക്കും വിഷമം, പിള്ളേർക്കും വിഷമം. നമ്മളിതാ കേൾക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ഒരാൾക്ക് ഗവൺമെന്റിന്റെ സ്ഥാപനത്തില് ഗവൺമെന്റിന്റെ ഫുഡ്, അതായത് എല്ലാ സാധനങ്ങളും അംഗൻവാടിയിലുണ്ടല്ലോ. അപ്പൊ നമുക്ക് അർഹതപ്പെട്ടില്ലെങ്കിലും ഒരാൾ വിശന്ന് വരുമ്പോ നമ്മുടെ കൈ കൊണ്ട് കൊടുക്കുന്നതിൽ ഒരു തൃപ്തിയും സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഏരിയയിലൊക്കെ ജാർഖണ്ഡ്, ഒറീസ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഈ പണിക്ക് വന്ന്. അവരെല്ലാം രാവിലെ 6 മണിക്ക് ഇട്ടിട്ട് പോകും. ഇതുങ്ങളെ വീട്ടിൽ ചെന്ന് പോയി ഞാൻ അംഗൻവാടിയിൽ കുളിപ്പിച്ച് ആണ് പിള്ളേരെ നിർത്തിയിട്ടുള്ളത്. ഈ പിള്ളേരെ കുളിപ്പിക്കില്ല ഇവര് കുളിക്കുകയില്ല. അപ്പൊ ഡ്രസ്സൊക്കെ മുഷി ഭയങ്കര മണമായിരിക്കും. അപ്പൊ ഞാൻ നല്ല തുണിയൊക്കെ വില കുറഞ്ഞ തുണിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ കുറച്ച് തയ്ക്കാനൊക്കെ അറിയാം. അപ്പൊ അതൊക്കെ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള പിള്ളേരെ വീടുകളിലൊക്കെ പോയി ചോദിക്കും, വലിയ കാശുകാരുടെ വീട്ടിൽ ഇങ്ങനെ പിള്ളേർക്കുള്ള തുണി, നിങ്ങൾക്ക് വേണ്ടാത്ത തുണി ഉണ്ടെങ്കിൽ തരണം എന്നൊക്കെ വാങ്ങിച്ച് ആ പിള്ളേരെ അംഗൻവാടി തന്നെ ഡ്രസ്സ് വെച്ച് നമ്മളായിട്ട് ഇരുത്തും. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഷെഫീഖിന്റെ കാര്യം, അതായത് വാർത്തകളിൽ ഭയങ്കര പ്രാധാന്യം നേടിയതിനപ്പുറം ഒരു കുഞ്ഞു കൊച്ച് സഹിക്കാവുന്നതിന്റെ അപ്പുറം, അല്ലെങ്കിൽ വേദന നമുക്ക് പോലും സഹിക്കാവുന്നതിന്റെ അപ്പുറമാണ് സഹിച്ചിരിക്കുന്നത്. അതായത് രണ്ടാനമ്മയും അച്ഛനും അതിക്രൂരമായി മർദ്ദിച്ചിട്ട് നമ്മുടെ കയ്യിൽ തരുന്നത് ചേച്ചി പറഞ്ഞ പോലെ നിശ്ചലമായ ഒരാളെ, കോമായിൽ കിടക്കുന്ന അനക്കം ഇല്ലാത്തൊരു കൊച്ചിനെയാണ് എന്റെ കയ്യിൽ തന്നത്. അപ്പം നമ്മള് ഇങ്ങനെയുള്ളത് അറിയില്ല. പക്ഷെ നമുക്ക് പോയി നോക്കണം. ഗവൺമെന്റിന്റെ സപ്പോർട്ട്, ഗവൺമെന്റ് സ്റ്റാഫ്, അങ്ങനെ രീതിയിൽ ഹോസ്പിറ്റലിൽ വെല്ലൂരിൽ എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പക്ഷെ രാവും പകലും ഇതുപോലെ തന്നെ അന്ന് നോക്കേണ്ടത് വന്നു. പക്ഷെ നമ്മൾ ഒത്തിരി ഒന്നും ചിന്തിക്കാൻ തന്നെ ഈ കണ്ട ഉടനെ കരുണ മനസ്സായതുകൊണ്ട് എന്റെ അപ്പായുണ്ട്, ചൈൽഡ് ലൈനിലെ ജോസാറും ഉണ്ട് ഗവൺമെന്റ്. അവര് ഞങ്ങൾ 6 മണിക്ക് കയറി നോക്കുമ്പോൾ കൊച്ചി ഇങ്ങനെ ഒരു അവസ്ഥയില്ല. അതായത് കാല് ചുരുണ്ട്, കൈ ചുരുണ്ട്, ഇങ്ങനെ ഇരിക്കുന്ന മരച്ച് കാല് ചുരുണ്ടുണ്ട്, പിന്നെ എല്ലാം തോലുവായ കൊച്ച്. അപ്പം ഇങ്ങനെ കഴുത്ത് തിരിഞ്ഞ് ഈ ഇടത് കണ്ണ് അരക്കണ്ണ് തുറന്നിരിക്കുമായിരുന്നു, നീർക്കെട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു തുളയുണ്ട്. ഈ കൊച്ചിനെ തൊഴിച്ചങ്ങോട്ട് തെറിപ്പിച്ചതില് ഈ കട്ടിലിന്റെ, ഞാൻ വാർത്തയിൽ കണ്ടതെന്ന്, ഈ സ്ക്രൂ ആണി നീണ്ടിരിക്കില്ല, അതങ്ങോട്ട് കുത്തിക്കേറിയതാ. അപ്പം പിങ്ക് കളറിലെ മുറിവ പാടാ കിടക്കുന്നത്. പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ മുറിവ് ഉണങ്ങിയിട്ടുള്ള അതാ എല്ലാം കിട്ടുന്നത്. പിന്നെ ഇത് ഈ വട്ട സിഗരറ്റ് പാട്, പൊള്ളല് പാട്, എല്ലാം ശരീരം മുറിവുകളാണെന്ന് കണ്ടു. അല്ല, അന്നേരം അത് മൊത്തം കണ്ണിൽപ്പെട്ടത്. നമ്മൾ ശരിക്കും ഇരുന്ന് നോക്കുമ്പോൾ അതിലും കൂടുതലാ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ കിട്ടിയ ഉടനെ ഈ കണ്ട ഉടനെ എടുത്ത എന്റെ അപ്പ ഉടനെ കണ്ടോണ്ട് എന്റെ അപ്പായ്ക്കും കരച്ചിൽ വന്ന് എന്റെ അപ്പായും ജോസാറും കരയുവാ. കരഞ്ഞ് ഇവനെ തലോടി കാലൊക്കെ തറയും. അപ്പൊ ഞാൻ ഓടിപ്പോയി ഇവന്റെ നെറ്റിയിൽ ഉമ്മ വെക്കും. അപ്പൊ ഈ മീഞ്ചം ചെതുമ്പോൾ പോലെ ചാരം തേച്ച പോലെ ഇവിടെ എല്ലാം ഇരിക്കുവാ. ഈ രക്തഓട്ടമൊക്കെ കുറഞ്ഞിട്ട് ഈ തൊലിയൊക്കെ ചുരുണ്ട് നമുക്കിങ്ങനെ തൊലി വലിച്ചെടുക്കാം എല്ലായിടത്തും. കുളിപ്പിക്കാനൊന്നും പറ്റാത്തല്ല, അവര് തുടയ്ക്കുമല്ലേ ഉള്ളൂ ഹോസ്പിറ്റലില്, ICUവിലല്ലേ പനക്കാതെ കിടത്തിയേക്കുന്നത്. അപ്പൊ എല്ലാം മോണിറ്റർ ഓണാ കേട്ടോ. നമ്മുടെ നെഞ്ചിലുള്ളത് വെച്ചിട്ടുണ്ട്. വലത് കൈയിലാണ് ട്രിപ്പ് ഇതിട്ടേക്കുന്നത്.
വലത് കയ്യില്. അപ്പം വാപ്പന്നെ എന്നിട്ട് ഇട്ടിട്ടുണ്ട്. ഇവൻ ചെരിഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ട്. തല ഇങ്ങനെ ഇരിക്കുള്ളൂ. കിറി കൂടിയിട്ടുണ്ട്. കിറി കൂടി വായി ഇങ്ങനെ കമ്പ് കൊടുത്തിട്ടുണ്ട്. ഐസ്ക്രീം കമ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ചവച്ചോണ്ടിരിക്കും. ഹെഡ് ഇഞ്ചറി ആയവർക്കൊക്കെ അങ്ങനെയാ. ചവയ്ക്കുമ്പോ ഈ മോണ ചിലപ്പം കടിക്കും, അത് മുറിവായി മാറും. അപ്പം അവര് കമ്പ് വെച്ച് കൊടുത്തേക്കുവാ. ഈ നമ്മുടെ പാൻഡേജിന്റെ തുണി ചുറ്റിയിട്ട് ഇങ്ങനെ കമ്പ് വെച്ച് കൊടുത്തേക്കുമ്പോ അതിങ്ങനെ കടിക്കുമ്പോ ഇങ്ങനെ പതഞ്ഞു വരുവാ. അപ്പൊ ഈ കൊച്ച് ഇങ്ങനെ കിടക്കും. അപ്പൊ ഞാൻ പോകുമ്പോ അനക്കമില്ല. അപ്പൊ എന്റെ മനസ്സിൽ എന്നറിയോ, കൊച്ചിന് അനക്കൊണ്ടെന്ന് അറിയണമല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഉണത്തിത്താന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ ഇങ്ങനെ ഇവിടെ വെച്ച് ഇങ്ങനെ അമക്കുവാ. അമ്മയ്ക്കുമ്പോ കുറേ നേരം അമ്മയ്ക്ക് കഴിഞ്ഞാണ് കൊച്ചു എന്ന് വെച്ച് ഈ ആടുകുഞ്ഞുങ്ങളില്ലേ അതുപോലെ ഒരു നരക്കത്തോടു കൂടി വന്നു. അന്നേരം ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മള് മണലിലൊക്കെ കൈയിട്ട് ഇങ്ങനെ എടുക്കുമ്പോ എടുക്കത്തില്ല പാട്, അങ്ങനെ ഇരിക്കും ആ തൊലിയില്. അവരുടെ കൈ അത്ര മാത്രം തൊലി ചുരുങ്ങിയിട്ട് ഈ വാരിയല് മാത്രമേ ഉള്ളൂ. കറന്ന് കറുത്ത വച്ചായിരുന്നു. അപ്പൊ ഈ ഉമ്മ വെച്ച് അപ്പൊ പറയാം ശരിക്കും ആട്ടുമൂത്രത്തിന്റെ മണായിരുന്നു എന്റെ പൊന്നാപ്പിക്ക്. അപ്പൊ മനസ്സുകൊണ്ട് ഓർക്കും. അപ്പൊ ഞാൻ ഉമ്മ വെക്കുമ്പോഴേ എനിക്ക് ദൈവം ഇച്ചിരി ഭക്തി കൂടുതലാണ്. അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ട ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ട്, തമ്പുരാനെ ഞാൻ കേരളത്തിലേക്ക് പോകുമ്പോ എൻ്റെ അന്ന് തന്നെ തീരുമാനിച്ചു എൻ്റെ കൊച്ചിനെ, എൻ്റെ കൊച്ചിനെയും കൊണ്ട്. അപ്പൊ ഇവന്റെ പള്ളി എൻ്റെ നാട്ടിലുണ്ട്. അപ്പൊ ഞാൻ ജനിച്ചു വളർന്ന പള്ളി അവിടെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും തങ്ങളുപ്പാപ്പയെ വിളിക്കും. അപ്പൊ ഞാൻ പറയാം, തങ്ങളുപ്പാപ്പ തങ്ങളുസ്വാമി എൻ്റെ കൊച്ച്, ഞാൻ തങ്ങളുസ്വാമി വിളിച്ചാൽ എൻ്റെ കൊച്ചിനെയും അതുപോലെ നീ രക്ഷപ്പെടുത്തി കൊണ്ടുവരണേ അങ്ങനെ പറഞ്ഞാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ച് ഉമ്മ വെച്ചിട്ട്. കുറെ നേരം ഡോക്ടേഴ്സൊക്കെ വന്ന് പരിചയപ്പെട്ടെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ പോയി. തലേദിവസം പോകുന്നല്ലേ, റൂമൊക്കെ ഗവൺമെന്റ് എടുത്തു തന്നു. അതൊക്കെ എടുത്തിട്ട് എൻ്റെ അപ്പായും അവര് തന്നിട്ട് ഹോസ്പിറ്റലിന്റെ കുറച്ച് ദൂരെയായിട്ടാണ് റൂം കിട്ടിയത്. അപ്പൊ പോയി വഴിയൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അല്ല, ഗവൺമെന്റിന്റെ ടാഗ് ഫുൾ ടൈം ഉണ്ട്. അതൊക്കെ ഉള്ള ഇതില് പിന്നെ ഡയറിയിൽ വഴിയൊക്കെ എഴുതി വെച്ച് ആണ് അവന്റെ ഐസിയുവിൽ. അപ്പം രാവിലെ 7 മണിക്ക് പോകും, 7-7:30 പോകും, രാത്രി 9:30 വരെ. പിന്നെ എല്ലാം അവര് അതിന്റെ അകത്ത് തന്നെ നമുക്ക് തരും. ആ സമയം കൊണ്ട് ഇവനെ അപ്പം പേഷ്യന്റ് സിസ്റ്റർമാരാണ് ഈ ബാത്ത് കൊടുക്കേണ്ടത്, അതായത് തുടയ്ക്കേണ്ടത്, അവരുടെ ഡ്യൂട്ടി അല്ലേ. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഐസിയു പേഷ്യന്റ് മെയിൻ ആയിട്ട് ബൈസ്റ്റാൻഡർമാർ അകത്ത് കയറുകയും ചെയ്യരുത്, നോക്കാൻ മാത്രം കയറ്റും ടൈമില് വിസിറ്റേഴ്സ്. നമുക്ക് ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് അവന്റെ കെയർ ടേക്കർ ആയതുകൊണ്ട് ഫുൾ ടൈം. ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തുണി ഊരുമ്പോൾ അവരുടെ ഡ്രസ്സല്ലേ ഇട്ടേക്കുന്നത്, അപ്പം ഡൈപ്പറാ കെട്ടിയേക്കുന്നത്. നോക്കിയപ്പോൾ ഈ ചക്കരയിലൊക്കെ തക്കാളിപ്പഴം പോലെ ഇരിക്കുക, തൊലി പോയിട്ട്. നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുക, പിന്നെ തുടയ്ക്കുക, ഡൈപ്പർ മാറ്റുക. അങ്ങനെ ആകുമ്പോൾ ചൂട് മൂത്രമൊക്കെ ആകുമ്പോൾ അതിന് ഈ പിന്നെ കാലിങ്ങനെ മരിച്ചിരിക്കുമല്ലേ. അപ്പോൾ ഇതെല്ലാം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഈ ചൂടുവെള്ളം വാങ്ങിച്ചിട്ട് നമ്മുടെ ടവല് കൊണ്ട് ഇങ്ങനെ തുടച്ച്, ചൂടുവെള്ളം കൊണ്ട് തുടച്ച്, സോപ്പ് ഇങ്ങനെ തുണിയെ തേച്ചിട്ട് തുടച്ച് എല്ലാം എടുത്തിട്ട്, പിന്നെ ഉണക്കത്തുണി കൊണ്ട് തുടച്ചിട്ട്, അപ്പം ഞാൻ തോർത്തൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. പോയി തുടച്ച് എല്ലാം കറക്റ്റാക്കി എടുത്തിട്ട് പൗഡർ ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് കൊടുത്ത്. ഇപ്പൊ ആള് ഫ്രഷായി, നല്ല മിടുക്കനായി. പൊരിഞ്ചൊക്കെ മാറി. പിന്നെ തല കഴുകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തുടച്ചെടുത്തിട്ട് ഇങ്ങനെ വിടുക, നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ തുടങ്ങും. അപ്പൊ മോണിറ്റർ ഓടുന്നുണ്ട്. മോണിറ്റർ ഓടുമ്പോ ഈ മോണിറ്റർ ഇറങ്ങി വരുന്നുണ്ട്, ഓക്സിജന്റെ ഇത് കുറഞ്ഞു വരും. ഒരു ഫുൾ ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അവന്റെ മോണിറ്റർ ഹാർട്ട് ബീറ്റ് ഒക്കെ കാണിച്ചോണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് കൂടിയും കുറഞ്ഞിരിക്കുക. ഒരു മലയാളി ഡോക്ടർ മാത്രമാണ് പരിചയപ്പെടുന്ന, സാർക്ക് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ അമ്മയാണെന്നും ബാക്കിയൊക്കെ ഹിന്ദിക്കാർക്കൊന്നും അറിയത്തില്ല, അത് ഒറിജിനൽ അമ്മയാണെന്നും. അങ്ങനെ ബാബച്ചി അങ്ങനെ ആയിക്കഴിച്ചപ്പോ അപ്പൊ നമ്മൾ ഈ കശാരയിട്ട് എപ്പോഴും ഇരിക്കുമല്ലേ, ബാക്കി ബൈസ്റ്റാൻഡറിനൊക്കെ എങ്ങനെ വരാം, വെളിയിൽ വിളിക്കുമ്പോ ഐക്യം കൂടെ വിളിക്കുമ്പോ മാത്രം. അപ്പൊ ഞാൻ ഫുൾ ടൈം വരും. അപ്പൊ ഇങ്ങനെ ഇരിക്കുമല്ലേ, അപ്പൊ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോ ഈ അവനൊരു 3-4 തുണിയും 2-3 കളിപ്പാട്ടവും ഒരു ബെഡ്ഷീറ്റും തന്നിട്ടാണ് ഈ റിലേറ്റീവ്സ് എൻ്റെ കയ്യിൽ തന്നിട്ട് മുങ്ങുന്നത്. അവര് ഗവൺമെന്റിന് ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല, അവർക്ക് വണ്ടി വേണം, അവർക്ക് എൻ്റെ ലൈറ്റുള്ള വണ്ടി വേണം, അവർക്ക് ലക്ഷം വേണം, AC റൂമൊക്കെ വേണമെന്ന് ഇവര് ഗവൺമെന്റിനോട് ചോദിച്ച് ഞങ്ങൾ ഇട്ടിട്ട് പോരുമെന്ന് അവിടുത്തെ ചൈൽഡ് ലൈനോട് അവരിവിടെ വിളിച്ചു പറഞ്ഞ് ആണ് ഇവരിട്ടിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഗവൺമെന്റ് ഒരു ബൈസ്റ്റാൻഡറും തപ്പിയത്. അങ്ങനെ എല്ലായിടത്തും തപ്പിയിട്ടാണ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പോകാന്ന് പറഞ്ഞു. എൻ്റെ അപ്പ പറഞ്ഞു എൻ്റെ കൊച്ച് പോയി എൻ്റെ കൊച്ച അവനെ തൊടുന്നതിൽ രക്ഷപ്പെടുന്നെങ്കിൽ എൻ്റെ കൊച്ചിനെ വെച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഇത്ര വർഷം അവരുടെ കൈവിട്ട് നീണ്ടു പോകുന്നൊന്നുമല്ല, 1 മാസം ഡ്യൂട്ടിയല്ലേ. അങ്ങനെ പറഞ്ഞു. ഞാൻ റോഡിന്റെ അപ്പുറം നിന്ന് അപ്പ കരയുന്നു, റോഡിന്റെ ഇപ്പുറം നിന്ന് ഞാൻ കരയുന്നു. എന്നിട്ട് പറയാം, മക്കളെ എന്തെങ്കിലും വിഷമായ വിളിച്ചാൽ വന്നേക്കണം. അപ്പൊ അത് ആദ്യത്തെ ഡ്യൂട്ടി 2013 ഓഗസ്റ്റ് 16 ഫുൾ ടൈം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമിൽ പോയി കഴിഞ്ഞാൽ പേടി തോന്നാൻ തുടങ്ങി. പേടി, എനിക്ക് അപ്പം തന്നെ പോരണം.
എനിക്ക് വെപ്രാളം പേടി നമ്മൾ ആ വീട് മാറി നിന്നിട്ടല്ലോ. എനിക്ക് പേടിയൊക്കെ തോന്നുക, വെളിയിൽ ആള് നിൽക്കുന്ന പോലെ. ഒറ്റയ്ക്ക് റൂമാ എടുത്ത് തന്നേക്കുന്നത്. അപ്പൊ ആ റൂമില് കേരള ലോഡ്ജിൽ അതിന്റെ ഉടമേനെ ഏൽപ്പിച്ചേക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെന്റുമായിട്ട് ബന്ധം വെക്കാൻ എല്ലാം സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടാ വന്നേക്കുന്നത്. എന്നാലും ഒരു പേടി. എന്നിട്ട് വിളിച്ചിട്ട് ഞാൻ ഈ ശോഭനകുമാരി സാറിനോട് പറയണേ, എന്നെ ഒന്ന് വിളിച്ചോണ്ട് പോവാ, എനിക്ക് പേടി. അവിടെ ഉടനെ പറയാം, കൊച്ചിന് അബദ്ധം പറ്റിയെന്ന് തോന്നുന്നുണ്ടെന്നോ. ഞാൻ പറഞ്ഞു എനിക്ക് പേടി തോന്നുവാ. അന്നേരം പറഞ്ഞു, എന്റെ കൊച്ചു കരയണ്ട, പെറ്റത് അമ്മയെ പോലെ കേട്ടോ ശോഭനാരി സാർ ഇപ്പോഴും എന്നും, അതായത് മാസത്തിലൊരു വിളിയുണ്ട്, നല്ല ദിവസവും സങ്കടം ഉണ്ടല്ലേ അങ്ങോട്ട് വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ബന്ധം ഇതുവരെയും പോയിട്ടില്ല. അപ്പം വിളിച്ചപ്പം പറഞ്ഞു, സങ്കടപ്പെടണ്ട, ഞാൻ താമസിക്കാതെ വന്ന് വിളിച്ചോണ്ട് വരാം, ഗവൺമെന്റ് പറഞ്ഞാലും പറഞ്ഞില്ലേ എന്റെ കൊച്ചിനെ ഞാൻ വിളിച്ചോണ്ട് വന്നേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം അപ്പൊ പോയി പിറ്റേ ദിവസം 16-ന് അങ്ങനെ ചെയ്തല്ലോ. 17-ന് രാവിലെ പോയപ്പോ അവര് പറഞ്ഞു, ചേച്ചി പോവാന്ന് പറയണ്ടെന്ന്. 15-ാം തീയതി രാത്രിയില്ലേ, വെളുപ്പാങ്കാലം 3 മണിക്ക് അവന് ഫിക്സ് വന്നിട്ടുണ്ട്. 15-ാം തീയതി വെളുപ്പാങ്കാലം. ഞങ്ങള് 15-ാം തീയതി 6 മണിക്കാണ് അകത്ത് പോകുന്നത്. പിന്നെ ഫിക്സ് വന്നിട്ടുണ്ട്. അന്നേരം ഈ റിലേറ്റീവ്സ് എന്ന് പറയുന്ന ആ അബ്ദുൽ ഖാദറും വൈഫും നമ്മൾ ടി വിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അന്ന് കൊച്ചിനെ വെല്ലൂർക്ക് കൊണ്ടുപോകും, സെന്റ് ജോൺസിന്റെ അവിടെ നിന്ന് വെല്ലൂർക്ക് കൊണ്ടുപോകുമ്പോൾ ഇവരാണ് കയറുന്നത്. അപ്പൊ അവരുണ്ടല്ലോ വേറെ റൂം എടുത്ത് 6-7 കിലോമീറ്റർ അപ്പുറം സൂക്ഷിച്ച് ജീവിക്കുക. അപ്പൊ ഇവിടെ നേഴ്സുമാർ ഐസിയുവിൽ നോക്കുന്നേ, അവർ വെളിയിൽ ബൈസ്റ്റാൻഡറില്ല, ഫോൺ വിളിച്ചോണ്ട് അവൻ അവിടെ നിന്ന് വരും. അങ്ങനെയായിരുന്നു. അപ്പോഴാണ് ആശുപത്രിക്കാരെ മടുത്തത്. അപ്പം ഫിക്സ് 3:30 വരെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് ഇരുന്നവന് വന്നിട്ടില്ല. ലക്ഷണങ്ങളൊക്കെ വരും, പക്ഷെ ആ ഒരു അവസരം കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞോണ്ടേ ഈ പിറ്റേ ദിവസം വന്നപ്പോ തമിഴ് സിസ്റ്റർമാരാ എന്നോട് പറഞ്ഞ, ചേച്ചി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോകരുതെന്ന്. എന്നാ ഈ വാവാച്ചിക്ക് ഉള്ളില് എന്നെ ശരിക്കും ആ മണമൊക്കെ അറിഞ്ഞെന്ന് തോന്നുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ തടയി കൊടുത്തിട്ടുണ്ടില്ലേ, ആ ഇതൊക്കെ കിട്ടി. പിന്നെ ഇങ്ങനെ ചെരിച്ചിട്ടിട്ട് ഇതിങ്ങനെ ഒരു കിടപ്പുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ആ ചൂടറിഞ്ഞു. അപ്പൊ കാർക്കൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ 7:30 പോകുമ്പോ അവര് പറയും, ചേച്ചി ഭയങ്കര കാര്യം. ഞാൻ പോയി ഉമ്മയെല്ലാം കൊടുത്ത് അങ്ങനെയൊക്കെ കഴിഞ്ഞാണ് ആള് നോർമലായിട്ട് പിന്നെ കിടന്നുറങ്ങും. പിന്നെ തൊടാതെ പോകുമ്പോ അങ്ങനെ ഇരുന്നപ്പോ ഒരു ബോൾ ഉണ്ടായിരുന്നു കയ്യില്, എനിക്ക് ഈ ഡ്രസ്സിന്റെ കൂട്ടത്തില് ഇങ്ങനെ വെച്ചാൽ തിളങ്ങും, മുള്ളായിട്ട് നല്ല മഴ. ഞാനിങ്ങനെ ഇടത് ഇങ്ങനെ ഇരിക്കുവല്ലേ, ഇങ്ങനെ ചുരുണ്ടിരിക്കുവല്ലേ ഇങ്ങനെ, അതിന്റെ അകത്ത് ഞാൻ എന്നെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ബോള് കുത്തി കേറ്റിയിട്ട് അപ്പൊ ഇങ്ങനെ വരുമല്ലോ, ഞാൻ ഇങ്ങനെ ഇരുന്ന് വൈകിട്ട് വരുന്നുണ്ടല്ലോ ബുഷ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു. 10 മിനിറ്റ് വിട്ട്. അപ്പൊ ഈ ഹിന്ദി ഡോക്ടർ എല്ലാ ഡോക്ടേഴ്സും വരുന്നുണ്ട്. അപ്പൊ അവര് വെറുതെ ഇതിന്റെ ട്രെയിനിങ് കിട്ടിയാണോ വന്നതെന്ന്. അപ്പം എന്റെ ടാഹം ഉണ്ടല്ലോ, അപ്പൊ അവരോർത്ത് ട്രെയിനിങ് കിട്ടിയെന്നാൽ നമുക്ക് എന്ത് പറയുന്നത്, നമ്മൾക്ക് ഈ നമ്മുടെ വല്യമ്മമാരൊക്കെ നമുക്ക് കാലൊക്കെ വേറെടുത്തൊക്കെ തിരുമ്മിയൊക്കെ തരുമല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു വളർന്നാണ്. പിന്നെ അംഗൻവാടി പിള്ളേരാകുമ്പോൾ വീഴുവൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഡോക്ടർ ആകണമല്ലോ, ആ രീതിയൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഉണ്ടല്ലോ 2-3 ദിവസത്തേക്ക് ഇത് അനങ്ങി. ഈ ഇടത് സൈഡിലെ ഈ വിരല് ഇപ്പൊ ആ കൈക്കുള്ള ശക്തി 4 ആണുങ്ങളുടെ ശക്തിയാ ഈ കൈക്കല്ലേ. എത്ര ശക്തിയുള്ള ഒരാണായാലും ഒറ്റ കറക്ക് ആ വിരലിനെ പിടിക്കുള്ളൂ. എല്ലാരും ഓർക്ക് നിസ്സാരായിരുന്നു, വിരൽ പിടിച്ച് ഒറ്റ കറക്ക ഇങ്ങനെ തെന്നിങ്ങനെ വരും. അന്ന് കണ്ടോ വക്കീല് സാറിനെ അങ്ങനെ അമക്കി പിടിച്ചത്, അത്ര വലിയ സാറിനെ അവൻ പിടിച്ചത്. എന്നിട്ട് കറക്റ്റ് ആക്കണെങ്കില് അവന്റെ അമ്മേനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അല്ലേ ബാബാജി? അത് കഴിഞ്ഞ അപ്പൊ ഡോക്ടേഴ്സ് വന്ന് ഇങ്ങനെ വിരലനങ്ങുവാ. അപ്പൊ ഡോക്ടേഴ്സ് ഭയങ്കര ഇംഗ്ലീഷ് സംസാരിക്കുവാ. അപ്പൊ നമ്മള് ചുമ്മാ നിക്കുവാ. അപ്പൊ അവിടെയല്ലേ എല്ലാം ഇത് ചെയ്യുന്നേ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ ഈ എന്തോ എപ്പോഴും കവക്കെട്ടുണ്ട്. അപ്പം ഈ മുട്ട ഈ ഇതിന് കൊടുക്കുന്നുണ്ട്, പച്ചമുട്ട ഇങ്ങനെ ഒഴിച്ച്. അപ്പൊ ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എപ്പോഴും കവക്കെട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, ഈ മൂസമ്പിക്കൊക്കെ ഇങ്ങനെ കിടക്കുന്ന പിള്ളേർക്ക് ഒന്നല്ല ഐസിയു അല്ലേ, ഇമ്മ്യൂണിറ്റി പവർ കുറവാ, വേദന നമ്മൾ ഈ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി തണുപ്പ് തങ്ങുമ്പോ ഈ കവക്കെട്ട് കുറയില്ല. അപ്പൊ മനസ്സിലുണ്ട്, പറയുന്നില്ല. അപ്പൊ ഐസിയുവിലല്ല അവര് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അപ്പൊ ട്യൂബിലല്ലേ ഇങ്ങനെ കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ചെയ്തപ്പോ വിരളനെ ഇങ്ങനെ അനങ്ങി വന്നപ്പോ ഉണ്ടല്ലോ ചെറുക്കൻ നല്ല സ്മാർട്ടായിട്ട് ഞാനില്ലെങ്കിൽ നിൽക്കാതെ കയറാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയല്ല കിടക്കുന്നേ, ഇവന് കാണില്ല, കാഴ്ച കുറവാ. ഇപ്പൊ എന്റെ സൗണ്ട് ഉള്ള ഇടത്തേക്കാ ശ്രദ്ധിച്ച ആള് കാറുന്നത്. ആ കാറാൻ തുടങ്ങിയപ്പോ പിന്നെ ഇപ്പൊ ഡോക്ടേഴ്സിന് എന്നെ വിടണമെന്നില്ല. അവരപ്പൊ തന്നെ 22-ാം തീയതി 15-ന് ഒന്നാകുന്ന 16-ാം തീയതി മുതൽ ഫുൾ ടൈം ഈ നിമിഷം വരെ ഒന്നായിട്ട് ജീവിക്കുന്നു. 22-ാം തീയതി
ഇവര് വാർഡിലേക്ക് മാറ്റി. ഈ വാർഡിലേക്ക് മാറ്റിയത് എന്തിനാണെന്നറിയാവോ? കൊച്ചിന് ഇമ്പ്രൂവ്മെന്റ് വന്നു, ഐസിയുവിലെ ട്രീറ്റ്മെന്റ് കുറഞ്ഞു. ഇതിൽ മെയിൻ ആയിട്ട് ഇവന്റെ അമ്മ ഫുൾ ടൈം വേണം, ഷെബീക്കിന്, രാഗിന് വേണം. ആ ഒരു രീതിക്ക് അവരെന്ത് ചെയ്തു, വാർഡിലേക്ക് മാറ്റിയിട്ട് ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് കിടക്കുന്നില്ലേ, അതുപോലെയായിരുന്നു അവിടെ. അന്നേരം ആൾക്ക് കൂടുതലും അങ്ങ് ഓരോ ദിവസം ഇമ്പ്രൂവ്മെന്റാ. ഞാൻ പൊട്ടി രാഗിനിക്ക് അറിയുന്നില്ല ഇമ്പ്രൂവ്മെന്റാന്ന്. നമ്മള് ഇത് സാധാരണ രീതിയിൽ ഗ്രാമത്തിൽ നിന്ന് പോകുന്നില്ല, നമ്മൾ ആ രീതിയിൽ സത്യസന്ധത്തില് പിന്നെ പ്രാർത്ഥിക്കുമായിരുന്നു ശരിക്കും. ഇവന് പാട്ട് കേൾക്കണം, ഇവനൊക്കെ അല്ലെങ്കിൽ വാവിട്ട് കറിയും. പക്ഷെ വേദനയും വിശപ്പൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് തന്നെ 3-3:30 വരെ കാറ് വെളുപ്പാങ്കാലം. ഞാൻ ഇങ്ങനെ കൊച്ചിനെ വെച്ച് തലകാണയും വെച്ച് നേഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ പോയി നടക്കും. ഈ ട്യൂബ് തുമ്പിക്കേ തൂക്കിക്കൊണ്ട് മുതൽ. എന്നിട്ട് ഡോക്ടർ തരിക സാർ എന്ത് ചെയ്ത് തന്നെ അവിടെ ഇരുത്തത്തില്ല. എന്തിനാണെന്നറിയാവോ? ഇവന് നടുവ് ബലം വെക്കാൻ വേണ്ടി എടുത്തോണ്ട് നടക്കാൻ പറയും, കട്ടിലെ തന്നെ കിടക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ ആ വാർഡ് മൊത്തം നടത്തിപ്പിക്കും. ഞാൻ ഈ കൊച്ചിനെയുമായിട്ട് തോളയില്. പക്ഷെ സ്റ്റാഫുകളുടെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ, നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. അപ്പൊ ഞാൻ പോകുമ്പോൾ പക്ഷെ 24 മണിക്കൂറും 48 മണിക്കൂറും ഇപ്പം എന്താണോ ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണ് അവിടെ വെല്ലൂരില്. എക്സ്ട്രാ ഒരു സ്റ്റാഫിന്റെ സപ്പോർട്ടില്ല, അവര് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നോക്കുള്ളൂ. പക്ഷെ നമ്മൾ അന്നേരം പ്രത്യേക ഓരോരുത്തരുമായിട്ട് കൂട്ടുകൂടി ഫ്രണ്ട്ഷിപ്പ് പിടിച്ചിട്ട് സിസ്റ്ററെ ഇവന്റെ അടുത്ത് ഇച്ചിരി നേരേക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ അങ്ങനെ. അപ്പം പിന്നെ അങ്ങനെയായപ്പോ കുറച്ചും കൂടെ അറിവ് വന്നപ്പോൾ ചെറുക്കൻ അതും ഇരിക്കില്ല. അന്നേരം വീൽ ചെയറിൽ കൊണ്ട് ബാത്റൂമിൽ ഇരുത്തി ടാപ്പ് തുറന്ന് തിരിച്ചിരുത്തിയിട്ടാണ് ഞാൻ കക്കൂസിൽ പോയിട്ടുള്ളതും എൻ്റെ ആവശ്യങ്ങൾ നടത്തിയിട്ടുള്ളതും. അങ്ങനെ ഇപ്പോഴാണെങ്കിൽ ഇവിടുത്തെ ജീവിത രീതിക്കും കുളിച്ചുകൊണ്ട് എത്തി നോക്കണം. ചോദിച്ചു നോക്ക്, അതിന്റെ മുമ്പ് വലിയ വലിയ സംഭവങ്ങൾ ആ കട്ടിലെ കിടന്ന് നമ്മൾ നടത്തും. അപ്പൊ അങ്ങനെ വലിയ വലിയ പിന്നെ ഒരു എന്തേലും അമ്മയ്ക്ക് പുറത്ത് നമ്മുടെ പച്ചക്കറി ഇല്ലേ, അങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ മാറി നിന്ന് വെള്ളം ഒടിക്കുമ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ കേൾക്കും, അന്നേരം വരും, ഞാൻ വരും കയറി. അങ്ങനെയാ. പക്ഷെ അന്നേരം ഇമ്പ്രൂവ്മെന്റ് വന്നപ്പോ നന്നാകാൻ തുടങ്ങി. അപ്പൊ ആദ്യം എനിക്ക് എന്റെ ശമ്പളത്തിൽ നിന്നാണ് എനിക്ക് ചെലവ് കഴിയേണ്ടത്. ഗവൺമെന്റ് തന്ന ശമ്പളത്തിൽ 7,000 രൂപ. അത് കഴിഞ്ഞപ്പോ പിന്നെ എന്റെ കയ്യിലൊന്നും ഇല്ലാതാവുക. സോപ്പ് വാങ്ങിക്കണം, എണ്ണ വെക്കണം, ഇതൊക്കെ എക്സ്ട്രാ ഇവന് വാങ്ങിച്ചു കൊടുക്കണം ഞാൻ. അങ്ങനെ വന്നപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു ഇവന് എക്സ്ട്രാ എണ്ണ ഇതൊക്കെ വാങ്ങിച്ചപ്പോ കുറച്ച് ഒരു 3,000 ചില്ലുവാൻ രൂപ അവർ അയച്ചു തന്നായിരുന്നു ഗവൺമെന്റിൽ നിന്ന്. എല്ലാത്തിനും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഒരു പ്രാവശ്യമൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കുമ്പോൾ പിന്നെ ഇപ്പൊ പൈസ ഇല്ല, അപ്പൊ ATM ഇപ്പൊ എടുക്കാൻ അറിയില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഡോക്ടർ ജോർജ് തരികൻ എന്ന് പറഞ്ഞ സാറാണ് വെച്ച് ഇപ്പോഴും ഞങ്ങൾക്ക് ആ സാറ് ദൈവം. ആ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ സാറ് എക്സ്ട്രാ വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു, തരാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്തിലുണ്ടല്ലോ ഇവന് കുറച്ചും കൂടി നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി. ട്യൂബ് ഇവനായിട്ട് വലിച്ചെടുത്തു. അപ്പൊ ഞാൻ ഡോക്ടർമാർ പിന്നെ ഇട്ടു, പിന്നെ ഇവൻ ട്യൂബ് വലിച്ചെടുത്തു. സംസാരിക്കണം ഇങ്ങനെയൊക്കെ വെക്കത്തുള്ളൂ മൂക്കുകൊണ്ട്. അപ്പൊ ഞാൻ എന്നെ അടുത്ത് ഇങ്ങനെ തലകാണയൊക്കെ പൊക്കി വെച്ച്, ഈ കർട്ടനുണ്ട് ചുറ്റിനും കൂടെ, ഇങ്ങനെ പൊക്കി വെച്ചിട്ട് സ്വന്തമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഇങ്ങനെ ചാറ്റി വെച്ച് മടി വെച്ചിട്ട്. എന്നിട്ട് എന്നെ അടുത്ത് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് കലക്കിയിട്ട് ഈ സ്പൂണില്ലേ, സ്പൂണിൽ വെച്ചിട്ട് ആദ്യം എൻ്റെ അടുത്ത് കയ്യെ തൊട്ടിട്ട് ഈ നാക്കിന്റെ ഇവിടെ എല്ലാം അങ്ങ് തേച്ചു കൊടുത്ത് ഇടയൊക്കെ. അപ്പം അവരെന്നെ അടുത്ത് ഇങ്ങനെ വെക്കുമല്ലോ, ഇങ്ങനെ വെക്കുമ്പോൾ ആ രുചി അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെയും ചെയ്തപ്പോ ശരിക്കും രുചി ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ബിസ്ക്കറ്റ് കലക്കി ഒരു കുഞ്ഞു കുറച്ച് നാക്കപ്പോ ഇവൻ നുണയാൻ തുടങ്ങി. ആദ്യം ഒരു ദിവസം അങ്ങനെ കൊടുത്തു. അപ്പൊ ഇവന് കുറുക്കാ വരുന്നേ, അരി നെയ്യ് ബദാം പരിപ്പൊക്കെ ഇട്ട് കുറുക്കാ വരുന്നത്. ഇവർക്ക് നല്ല ഹൈ ഫുഡാണ് ഇവന് വരുന്നത്. അത് നല്ലതായിരിക്കും, രുചിയായിരിക്കും, നമുക്ക് കളയാനൊന്നും തോന്നുന്നില്ല. പക്ഷെ ഭയങ്കര രുചിയാ. ഞാൻ കഴിച്ചു നോക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ആ സാധനം ഇങ്ങനെ ട്യൂബിൽ കൂടെ കൊടുത്തിരുന്നത്, ആ സാധനം ഞാൻ നേരിട്ട് ഇങ്ങനെ ഒരു കൊടുക്കാണ്ട്. അപ്പം അങ്ങനെയായപ്പോൾ ഈ നാക്കുകൾ ചലിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കറക്റ്റായി. അപ്പൊ ട്യൂബിന്റെ ആവശ്യമില്ല. ഒരാഴ്ച ആയപ്പോൾ എനിക്ക് കഴിക്കാനിരുന്ന ചോറ് നേരടി കൊടുത്തു. കഴിച്ചിട്ടാണ് ഞാൻ ഡോക്ടേഴ്സിന്റെ അടുത്ത് നേരിട്ട് ആഹാരം കൊടുത്തത് പറഞ്ഞത്. അന്ന് മുതൽ ഇന്ന് വരെ. അപ്പം നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മസാജിങ് ഒക്കെ ഉണ്ട്. അപ്പം അവിടെ വലിയൊരു പറഞ്ഞു തരും. അപ്പൊ ഈ തുണി ഉണ്ടല്ലോ, നമുക്ക് അവർ പറഞ്ഞു തന്നേക്കുന്നത് ഈ ബ്രഷ് കൊണ്ട് തേച്ചിട്ട് ഇങ്ങനെയാണ്. അപ്പൊ ഈ ബ്രഷ് കൊണ്ട് തേക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഇടിച്ച് ഇവിടെ എല്ലാം മുറിവല്ലേ, ഇവിടെ എല്ലാം മുറിവ് തുന്നി വെച്ചേക്കുവാ. അപ്പൊ ഞാൻ എൻ്റെ ബുദ്ധിക്ക് എന്നാ തോന്നി, ഈ കോട്ടൺ തുണി ഇങ്ങനെ ചുറ്റിയിട്ട് ഉപ്പുവെള്ളം മുക്കിയിട്ട് ഇത് തുടച്ചു കൊടുത്തു. ഇങ്ങനെ മോണയ്ക്കും പല്ലിനും നാക്കിനും ഇവിടെയൊക്കെ, ഇവിടെ മേളുവശം നാക്കിന് മോണയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇക്കിള് വരും. അങ്ങനെ വരുമ്പോൾ പൊതുവെ ഇങ്ങനെ ഒരു നെട്ടൽ വരുമല്ലോ. അങ്ങനെ എന്നിട്ട് നാക്കില്ലായിരുന്നോ,
അകത്തായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെ തടകി ഇപ്പോഴാണ് നാക്കിച്ചിരിക്കുന്നത് വീണ്ടും വന്നേക്കുന്നത്. ഇപ്പോഴും ആ മെത്തേഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഉപ്പുവെള്ളം രാവിലെ വെച്ച് കഴുകണം. അങ്ങനെ കുളിപ്പിക്കുന്നതിൽ മസാജിങ് ഉണ്ട്. നമ്മള് തെറാപ്പിക്ക് പോയാലോ മസാജിങ് ഉണ്ട്. നമ്മള് ഈ സോപ്പ് ഇട്ടിട്ട് നല്ല മസാജ് ചെയ്ത് ഇത് ഇങ്ങനെയൊക്കെ വെക്കണം. ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്ത് ഓരോ ഭാഗങ്ങളെല്ലാം കഴുകി അത് കഴിഞ്ഞ് ഹിമാലയ ക്രീം ഇട്ട് തേച്ച് ഇങ്ങനെ ചേച്ചി അത് കൊടുത്ത്. കുഞ്ഞ് നോർമൽ ആയിട്ടൊരു കുഞ്ഞായിരുന്നല്ലോ, 3.5 അങ്ങനെയല്ലേ നമ്മൾ വാർത്തയിലും ഒക്കെ കേട്ടിട്ടുള്ളത്. ഈ ഇത് അപകടത്തെ തുടർന്നായിരുന്നല്ലേ അവരങ്ങനെ ചെയ്തതിനെ തുടർന്നാണ്. ശരീരം മൊത്തം മുറിവുണ്ട്. പിന്നെ ഹെഡ് ഇഞ്ചറി അല്ലേ. ഹെഡ് ഇഞ്ചറി ആകുമ്പോൾ ഇടത് സൈഡിലാണ് പ്രശ്നം. അപ്പൊ വലത് സൈഡിന് മൊത്തം വീക്കാ. മൊത്തത്തിൽ വന്നപ്പോ എന്റെ സ്പൈനിന് വന്നിട്ടുണ്ട്. കൊച്ചി ഇരിക്കണം, നട്ടിലിന് ബലം വേണം, നിവർന്നിരിക്കണമെങ്കിൽ വയറിന് മസിൽ വേണം. അങ്ങനെ എല്ലാ ഭാഗങ്ങൾക്കും കുറവുകളുണ്ട്. പക്ഷെ ഇത്ര തന്നത് ദൈവം തന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും മലയാളികളുടെ എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും ഗവൺമെന്റിന്റെ സപ്പോർട്ട്. പ്രാർത്ഥിക്കാത്ത ആരുമില്ല. അതൊന്നും. പിന്നെ പണത്തിന് പണം തന്നെ വേണം. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പൈസ തന്നെ മുടക്കണം. ആ 1 വർഷത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ഓഫീസേഴ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പുറകെ ശരിക്കും നടന്നിട്ടുണ്ട്. ചേച്ചി, കാരണം ഇങ്ങനെ ഒരു സംഭവം ഒരുപാട് നമ്മൾ ചെറുതിലേക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് മനസ്സിന്റെ മനസാക്ഷി ഭയങ്കരമായിട്ട് ഞെട്ടിച്ചൊരു സാധനം. അതുപോലെയല്ലേ ചെയ്തത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു പഠനം നടത്തി. ആ പഠനത്തിലൂടെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാനും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിക്കാനും സ്കൂളുകളിൽ കൗൺസിലിംഗ് വരെ ചെയ്തത് ഈ ഷെഫീഖ് നിയമം എന്ന് പറഞ്ഞൊരു നിയമം ഇറങ്ങില്ലേ പാവച്ചയുടെ വന്നു കഴിഞ്ഞ്. പക്ഷെ ഷെഫീഖ് നിയമം വന്നു കഴിഞ്ഞ് കുന്നോളമാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പിള്ളേർക്ക് നേരെയുള്ള ദ്രോഹങ്ങൾ കൂടിയത്. സ്ത്രീകൾക്ക് നേരെ ഉള്ളത് അത് പണ്ട് മുതലേ ഉള്ളതാ. അതെ. പക്ഷെ മക്കൾക്കുള്ള എപ്പോഴെങ്കിലും അവരിവിടെ വന്ന് കാണുകയോ അല്ലെങ്കിൽ കാണണമെന്ന് പറയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞത് അയാളുടെ തെറ്റ് ചെയ്ത അയാളുടെ അമ്മാവന്റെ മോനായിരുന്നു. അയാളുടെ വായിന്ന് അവരുടെ ഭാര്യയെന്ന് കേട്ടിട്ടുള്ളത് ഇതൊരു നോർമൽ കൊച്ചായിരുന്നു, ശാന്തത ഒരു കൊച്ചായിരുന്നു, റിലേറ്റീവ്സിന്റെ വീടുകളിൽ നിൽക്കും. അപ്പം അവരോട് ചോദിച്ചപ്പം അവര് പറഞ്ഞത് ഈ അബ്ദുൽ ഖാദറിന്റെ അമ്മ ഒരു പ്രാവശ്യം കാണാൻ വന്നിട്ടുണ്ട് ചെറുതോണി വെച്ച്. ആ ഉമ്മ പറഞ്ഞത് ആ ഡെലിവറി ആയ പ്രസവിച്ച സ്ത്രീ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ, ഞാനാണ് അവന്റെ അമ്മ എല്ലാ തരത്തിലും. അതെ, അത് തന്നെയാണ്. ബാക്കിയുള്ള അമ്മമാർക്ക് അപമാനം അവരെ അമ്മ എന്ന് പറഞ്ഞ. അന്നേരം ആ അമ്മ എന്ന് പറഞ്ഞ ആ വാക്കിന് വിലയില്ല, അത് അശുദ്ധിയാവുക, അത് പറ്റില്ല. ആ മഹത്വം എന്ന് പറഞ്ഞ വാക്കിന് അവര് പ്രസവിച്ച അമ്മ, ഇവള് വളർത്തിയ അമ്മ, അതൊന്നും പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്ത സ്ത്രീകള്, തെറ്റ് ചെയ്ത പുരുഷൻ, അങ്ങനെ പറയുന്നുള്ളൂ. പിന്നെ അന്നേരം ആ സ്ത്രീ അങ്ങനെ അവര് പറഞ്ഞത്, അങ്ങനെയുള്ള അറിവേ നമുക്കുള്ളൂ. 70-ാം പക്കം പ്രസവിച്ച കൊച്ചിനെ ഇട്ടിട്ട് കടയ്ക്ക് പോവാന്ന് പറഞ്ഞ് പോയിട്ട് അവര് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ പോയെന്നാ പറഞ്ഞു. എന്റെ ജന്മമാണ് ഞാൻ അവച്ചിക്ക് വെച്ചത്. ഗവൺമെന്റിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഷെഫീഖിന് വേണ്ടി എന്റെ ജന്മമാണ് ഞാൻ വെച്ചത്. അത് ആർക്കും ഒന്നും തിരിച്ചു തരാനൊന്നും പറ്റില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എന്തെങ്കിലും തിരിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലും. തുറന്നു പറയട്ടോ, ഒരിക്കലും ഇത് പറയാത്ത കാര്യ, ആരോടും പറയാത്ത കാര്യ.